ഹായ് ഓൾ, അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലെയുള്ളൊരു ഷവർമ ഉണ്ടാക്കി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുബൂസ് തയ്യാറാക്കിയെടുക്കുക. കുബൂസിൻ്റെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് മിക്സ് തയ്യാറാക്കുക. അതിനായിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ചൂട് കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ ഫെർമെൻ്റായി വരില്ല. അപ്പം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിനായിട്ട് മാറ്റി വെക്കണം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായി ഫെർമെൻ്റായി പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കുബൂസിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഉപയോഗിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെച്ച ഈസ്റ്റ് മിക്സ് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ അത്ര ഡ്രൈ അല്ല, പക്ഷെ കുറച്ച് ലൂസായിട്ടുള്ളൊരു ഡോ ആണ്. സാധാ വെള്ളമായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി മുകളിൽ കൂടെ കുറച്ച് ഓയിലാക്കിയിട്ട് 3 മണിക്കൂറിന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഷവർമയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുക. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇവിടെ കളറിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് ചിക്കന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായി യോജിപ്പിച്ചെടുക്കുക. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതൊരു 15-10 മിനിറ്റ് വരെ നിങ്ങൾക്ക് മാറ്റി വെക്കണം. മസാലകളെല്ലാം പിടിക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓയിൽ വല്ലാണ്ട് വേണ്ട. ഒരു പാനിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. കുക്കിംഗ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ആണ് യൂസ് ചെയ്യേണ്ടത്. വെളിച്ചെണ്ണ ഒഴിവാക്കാൻ നോക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ളു വെന്ത് വരും. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിന് തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന വരെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും ഷവർമയ്ക്കൊരു വേറെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ചിക്കൻ നന്നായിട്ട് ബ്രൗൺ കളറായി വെന്ത് വരണം. ഇനി നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ മീഡിയം സൈസിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വെച്ച ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. 1 ക്യാരറ്റ്, 1 കുക്കുംബർ, 1 തക്കാളി, 2 ലെറ്റ്യൂസിൻ്റെ ലീഫ്, 1 നാരങ്ങൻ്റെ നീര് പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം കുബൂസിലും ചിക്കനിലൊക്കെ ഉപ്പുണ്ട്. ലെറ്റ്യൂസിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവോളയും മല്ലിച്ചപ്പൊക്കെ ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ പൊങ്ങി വരാൻ വേണ്ടി മാറ്റി വെച്ച കുബൂസിൻ്റെ ഡോ പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസായിട്ടാണ് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനി ഇത് പരത്തി എടുക്കുക. ഈ
ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കുബൂസ് പരത്തിയെടുക്കണ്ടേ. കുബൂസിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിലേക്ക് കുറച്ച് മയോണീസും കുറച്ച് ഗാർലിക് സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഷവർമ തയ്യാറാക്കുക. അതിനായിട്ട് ബട്ടർ പേപ്പറോ ഫോയിലിൻ്റെ മുകളിൽ കുബൂസ് വെക്കുക. എന്നിട്ട് അതിൽ ഗാർലിക് സോസ് ചേർത്ത് കൊടുക്കുക. ഗാർലിക് സോസിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കൂടെ ചേർത്തിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഷവർമ കൂടെ റെഡിയാക്കുക. എല്ലാവരും ഈ റെസിപ്പി ഒരു തവണയെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഓരോ റെസിപ്പീസ് എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഐഡിയാസ്, വീഡിയോസിനുള്ള ഐഡിയാസൊക്കെ എനിക്ക് പറഞ്ഞു തരാം. ഞാൻ എന്തായാലും അത് എൻ്റെ വീഡിയോസിലൂടെ കൊണ്ടുവരും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.